കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക്. അതായത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്സ് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ആക്കി വരികയാണ്. റീസെൻ്റ്ലി നമ്മൾ പാർട്ട് 5 എൻ്റർ ചെയ്തിട്ട് നമ്മൾ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കംപ്ലീറ്റ് ചെയ്തു. യൂണിയൻ എക്സിക്യൂട്ടീവ് ഹെഡായിട്ടുള്ള, അതായത് ഹെഡല്ല, യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ പവേഴ്സ് വെസ്റ്റഡ് ചെയ്തിട്ടുള്ള വൈസ് പ്രസിഡൻറ്റും അതുപോലെ ലോക്സഭ ചെയർമാനായിട്ട് വരുന്ന വൈസ് പ്രസിഡൻറ്റും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈം മിനിസ്റ്ററാണ്. നമ്മൾ പ്രസിഡൻറ്റിന് കണ്ട പോലെയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റിന് കണ്ട പോലെയോ അത്രയ്ക്ക് ആർട്ടിക്കിൾസ് ഒന്നും പ്രൈം മിനിസ്റ്ററിന് ഇല്ല. ആക്ച്വലി നമ്മൾ പുറമേക്ക് കാണുമ്പം പ്രൈം മിനിസ്റ്ററിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് റോള്, അല്ലെങ്കിൽ കുറച്ചും കൂടി പുറത്തേക്ക് നമുക്ക് കാണുന്ന റോള്. പക്ഷേ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെയാണ് കൂടുതൽ ആർട്ടിക്കിൾസ് വരുന്നത്. ഓക്കെ, പ്രൈം മിനിസ്റ്ററിന് ചുരുക്കം ചില ആർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രൈം മിനിസ്റ്ററിനെ നോക്കാം. നമ്മളെ ആർട്ടിക്കിളിലെ 74th ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രൈം മിനിസ്റ്ററിനെ പറഞ്ഞു തുടങ്ങുന്നത്. നമ്മൾ ഇന്നലെ 72 നിർത്തിയത്, ഓർമ്മയില്ലേ? 72 എന്തായിരുന്നു? പാർഡണിങ് പവർ ഓഫ് ദി പ്രസിഡൻ്റാണ് 72, പ്രസിഡൻറ്റിൻ്റെ പാർഡണിങ് പവർ. അത് കഴിഞ്ഞിട്ട് 73rd ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് പറയാം. എന്താണ്? എക്സ്റ്റെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ആണ്. എക്സ്റ്റെൻറ്റ് ഓഫ് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് അത് അധികം ഡീപ്പായിട്ടൊന്നും പറയാനുമില്ല. എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച്. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 74ഉം പ്രൈം മിനിസ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. എന്താണ് പറയുന്നത് 74th ആർട്ടിക്കിളിൽ? ആക്ച്വലി 74th ആർട്ടിക്കിളിലാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുക. ദർ ഷാൽ ബി എ പ്രൈം മിനിസ്റ്റർ ഫോർ ദ കൺട്രി എന്നൊന്നും പറയുന്നില്ല. എ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ എ പ്രൈം മിനിസ്റ്റർ ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദി പ്രസിഡൻറ്റ് എങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈനാൻസ് മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ഫോറിൻ മിനിസ്റ്റർ, ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ആർക്ക്? എന്തിനു വേണ്ടിയിട്ട്? പ്രസിഡൻറ്റിനെ എയ്ഡും അഡ്വൈസും ചെയ്യാൻ. ഓക്കെ, പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യാനും എയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. ഇനി എന്താണ് ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പ്രസിഡൻറ്റ് ഇന്നലെ പഠിച്ചു, ഒരു നോമിനൽ ഹെഡാണ്, ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയുള്ള ഹെഡ് എന്നേ ഉള്ളൂ. ഓക്കെ, പ്രൈം മിനിസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഫാക്റ്റോ ഹെഡ് എന്ന് പറയും. ഡി ഫാക്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ഹെഡ് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. നമുക്കറിയാലോ, ഇതൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങളല്ല. പക്ഷേ എങ്ങനെയാണ് ഡി ഫാക്റ്റോ ഹെഡ് ആരാണ്, ഡി ജൂറി ഹെഡ് ആരാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി 74th ആർട്ടിക്കിൾ കഴിഞ്ഞാൽ വേറൊരു ക്വസ്റ്റ്യൻ വരും. നമ്മൾ പ്രൈം മിനിസ്റ്റർ 74th ആർട്ടിക്കിളിൽ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ എന്താ ചെയ്യുക? പ്രൈം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സൊക്കെ കൂടി എന്താ ചെയ്യുക? എയ്ഡ് ആൻഡ് അഡ്വൈസ് ദി പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഈ പ്രൈം മിനിസ്റ്റർ പറയുന്ന അഡ്വൈസിലൊക്കെ പ്രസിഡൻറ്റിന് ബൈൻഡിങ് ആണോ എന്നുള്ള റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെല്ലായിടത്തും പഠിക്കുന്നത്, DPSP പഠിച്ചപ്പോഴും FR പഠിച്ചപ്പോഴും എല്ലായിടത്തും ഈ ഒരു 2 അമെൻമെൻറ്റ് നിറഞ്ഞു നിന്നിരുന്നു. 42nd അമെൻമെൻറ്റും 44th അമെൻമെൻറ്റും. 42nd അമെൻമെൻറ്റിൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് അന്ന് പറഞ്ഞു പ്രൈം മിനിസ്റ്ററിൻ്റെ അഡ്വൈസ് പ്രസിഡൻറ്റിൻ്റെ മുകളിൽ ബൈൻഡിങ് ആണ്. അതായത് പ്രൈം മിനിസ്റ്റർ എന്ത് പറഞ്ഞാലും പ്രസിഡൻറ്റ് അതിന് ബൈൻഡിങ് ആണെന്നുള്ളത്. പിന്നെ 44th അമെൻമെൻറ്റിൽ പറഞ്ഞു പ്രസിഡൻറ്റിന് പ്രൈം മിനിസ്റ്ററിൻ്റെ അഡ്വൈസ് ബൈൻഡിങ് അല്ല. പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം? തിരിച്ചയക്കാം. ഒരു അഡ്വൈസ് പറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി നിൽക്കുന്ന 1 നേഷൻ 1 ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വൈസ് പറഞ്ഞു. ഓക്കെ, ഈ അഡ്വൈസ് പ്രസിഡൻറ്റ് തിരിച്ചയച്ചു. ഇത് ബില്ലായിട്ട് വരുന്നതൊന്നുമല്ല, ഒരു അഡ്വൈസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ 1 നേഷൻ 1 ഇലക്ഷൻ ഒരു ബില്ലാണ്, അത് വേണ്ട. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുക, ഫോറിനായിട്ട് നമ്മളെന്തെങ്കിലും ഇത് എടുക്കുക, അങ്ങനത്തേലൊക്കെ പ്രസിഡൻറ്റിൻ്റെ അഡ്രസ്സിലാണ് എല്ലാം പോകുന്നത്. പ്രൈം മിനിസ്റ്റർ പ്രസിഡൻറ്റിനോട് പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന്, നമുക്ക് G20 UN സമ്മിറ്റ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? അത് കേട്ടേ പറ്റൂ എന്നാണ് 42nd അമെൻമെൻറ്റിൽ പറയുന്നത്. 44th അമെൻമെൻറ്റിൽ എന്താണ് വന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അമെൻമെൻറ്റ് വന്നു. എന്താ? പ്രസിഡൻറ്റ് കേൾക്കണ്ട, പ്രസിഡൻറ്റ് തിരിച്ചയച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യണം? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും ഒരു അഡ്വൈസ് അയക്കും. ഓക്കെ, ആ അഡ്വൈസ് പ്രസിഡൻറ്റ് അനുസരിക്കണം എന്ന് പറയുന്നില്ല, സെക്കൻഡ് ടൈം ഇറ്റ്സ് ബൈൻഡിങ്, അനുസരിക്കണം എന്നുള്ള പോലെ തന്നെ. ഓക്കെ, അതായത് പ്രസിഡൻറ്റിൻ്റെ മുകളിൽ ബൈൻഡിങ് ആണ് രണ്ടാമത്തെ പ്രാവശ്യം. ആദ്യം തന്നെ ബൈൻഡിങ് അല്ല, രണ്ടാമത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈൻഡിങ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത്രയാണ് ഈ ഒരു
ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരാറുണ്ട്, അഡ്വൈസ് ബൈൻഡിങ് ആണോ എന്ന് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, 75th ആർട്ടിക്കിൾ പ്രൈം മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് 75th ആർട്ടിക്കിൾ. എന്താണ് 75th ആർട്ടിക്കിൾ പറയുന്നത്? പ്രൈം മിനിസ്റ്ററിനെ ആരാണ് അപ്പോയിൻ്റ് ചെയ്യുക? പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? പ്രസിഡൻറ്റ് വന്നിട്ട് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻ്റ് ചെയ്യും. അതായത് ഒരു പാർട്ടി ഒരു ഇലക്ഷൻ കഴിഞ്ഞു, അതിൽ BJP, കോൺഗ്രസ്, പിന്നെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി, കുറേ ലൈക്ക് BJP എന്ന് പറയേണ്ട, നമുക്ക് NDA, പിന്നെ ഇന്ത്യ സഖ്യം. ഓക്കെ, ഈ 2 പാർട്ടി മത്സരിച്ചു. ഈ പാർട്ടി റീസെൻ്റ്ലി നടന്ന ഇലക്ഷനിൽ NDAക്ക് മെജോറിറ്റി ഉണ്ട്. അതായത് ലോക്സഭയിൽ ഫോം ചെയ്യാനുള്ള മെജോറിറ്റി ഉണ്ട്. അപ്പോൾ പ്രസിഡൻറ്റിനെ അപ്രോച്ച് ചെയ്യും, എന്നിട്ട് പറയും ഞങ്ങൾക്ക് മെജോറിറ്റി ഉണ്ട്, ഇതാണ് ഞങ്ങളുടെ ലീഡർ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? ആ ലീഡറിനെ പിടിച്ച് പ്രസിഡൻറ്റ് അപ്പോയിൻ്റ് ചെയ്യും ആസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ദി കൺട്രി. ഇതാണ് സാധാരണ വരുന്ന പ്രൊസീജിയർ. ഓക്കെ, ഇനി പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും? പ്രസിഡൻറ്റിന് ഒരു ലിസ്റ്റ് കൊടുക്കും. എന്താ പറയുക, ലിസ്റ്റ് കൊടുക്കും. ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം, യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, യൂണിയൻ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ. ആ ഒരു ലിസ്റ്റ് കൊടുക്കും. ഇതൊക്കെ എന്താ? ഇതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ആരാണ്? പ്രൈം മിനിസ്റ്റർ പ്രസിഡൻറ്റിന് കൊടുക്കും ഒരു അഡ്വൈസ്. ആ അഡ്വൈസിന് മുകളിൽ പ്രസിഡൻറ്റ് അപ്പോയിൻ്റ് ചെയ്യുക. അപ്പം പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുക, പ്രസിഡൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുക, അല്ല പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുക, കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുക ആരാണ്? രണ്ടും അപ്പോയിൻ്റ് ചെയ്യുക പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ്സ് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓൺ ദി അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ശരിക്കും പ്രൈം മിനിസ്റ്റർ നമ്മളിപ്പോഴൊക്കെ പഠിച്ചത് എന്താ? നേരത്തെ അഡ്വൈസ് കൊടുക്കുമ്പോഴും എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ് ഉണ്ടാവുക. പ്രസിഡൻറ്റ് ഇവിടെ ഇരിക്കും, ഇവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇരിക്കും, ഇവിടെ പ്രൈം മിനിസ്റ്റർ ഇരിക്കും. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും തമ്മിലുള്ള ഒരു ഇതാണ് പ്രൈം മിനിസ്റ്റർ. അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ചാനൽ അല്ലെങ്കിൽ എല്ലാത്തിനും ആണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ഇത് ക്ലോസ് വൈസ് തന്നെ പഠിക്കണം കേട്ടോ. ക്ലോസ് വൈസ് ചോദിക്കാറുണ്ട്. 75 1 2 3 എന്നൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അടുത്തത് എന്താ? മിനിസ്റ്റർ ഷാൾ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ്. ഇത് നമ്മളെ പല ആർട്ടിക്കിളിലും കാണും. ഇനി എന്താ പറയുക, അറ്റോർണി ജനറലിലൊക്കെ കാണും. ദ മിനിസ്റ്റേഴ്സ് ഷാൾ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ്. പ്രൈം മിനിസ്റ്റർ അല്ല, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് എല്ലാ മിനിസ്റ്ററിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. ദ മിനിസ്റ്റേഴ്സ് ഷാൾ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൾ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ഹൗസ് ഓഫ് പീപ്പിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക്, ഇവർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ഫോർ ദി ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ലോക്സഭയിലേക്ക് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ്. ഇത് രാജ്യസഭ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. 1 2 3 ക്ലോസ് പറഞ്ഞു. 4 ബിഫോർ എ മിനിസ്റ്റർ എൻ്റർ അപ്പോൺ ഹിസ് ഓഫീസ് പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? ഓത്ത് ഓഫ് സീക്രസി, ഓഫീസും ഉണ്ട്, ഓത്ത് ഓഫ് സീക്രസി ഉണ്ട്. സീക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഓത്ത്. രാജ്യഭദ്രമായിട്ട് പുറത്ത് വരാൻ പറ്റാത്ത ഡിഫൻസ് ഡീറ്റെയിൽസ് അങ്ങനത്തെ ഉണ്ടാവും. ഈ ഓത്ത് വായിച്ചു കൊടുക്കുന്നതാണ് 3rd 4th പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താ പറയുന്നത്? അപ്പോയിൻമെൻറ്റ്. സെക്കൻഡ് എന്താ പറയുന്നത്? പ്ലഷർ. തേർഡ് എന്താ പറയുന്നത്? റെസ്പോൺസിബിലിറ്റി. ഫോർത്ത് എന്താ പറയുന്നത്? ഓത്ത്. ഓക്കെ, മിനിസ്റ്റർ who for any period of 6 months is not a member of either house of parliament shall be ഓക്കെ, 2 ഹൗസിലും മെമ്പർ അല്ലെങ്കിൽ അയാൾക്ക് പിന്നെ ആ മിനിസ്റ്ററായി ഇരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ 5ാമത്തെ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ 6 മാസമാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താ? സാലറി ആൻഡ് അലവൻസ്. ഓക്കെ, അപ്പം നമ്മൾ Pro 6S. ഓക്കെ, എന്താണ്? ഫസ്റ്റ് എന്താണ്? അപ്പോയിൻമെൻറ്റ്. പിന്നെന്താണ്? പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ്. പിന്നെന്താണ്? എന്താണ്? കളക്റ്റീവ്ലി റെസ്പോൺസിബിലിറ്റി. അപ്പോയിൻമെൻറ്റ്, പ്ലഷർ, റെസ്പോൺസിബിലിറ്റി, ഓത്ത്, 6 മാസം, പിന്നെന്താ? സാലറി. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. ഈ 6 ക്ലോസും കാണാതെ ഓർത്ത് വെക്കണം, കാരണം എടുത്ത് ചോദിക്കാറുണ്ട്. ഒരു എക്സാമിന് ഇങ്ങനെ വന്നിരുന്നു. 75 1
2 എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു ഓപ്ഷൻസിൽ. അപ്പം എന്താ പറയുക, ചിലപ്പോൾ സാലറിയാണ് ചോദിച്ചതെങ്കിൽ നമുക്കിങ്ങനെ നോക്കാം. 1 2 അപ്രോ 6 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 അപ്രോ 6s. ഓക്കെ, അപ്രോ 6x എന്ന് ആലോചിക്കാൻ ഓർമ്മ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആപ്പിൾ പ്രോ നമ്മൾ ഫോണിൻ്റെ പേരൊക്കെ ഓർത്ത് വയ്ക്കാറില്ലേ, അതുപോലെ അതൊരു യൂസ്ഫുൾ ആയ കാര്യമല്ലേ. എന്താ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ബൈ പ്രസിഡൻറ്റ് ആൻഡ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓൺ ദ അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ്. റെസ്പോൺസിബിൾ ടു കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണോ? അല്ല, റെസ്പോൺസിബിൾ ടു ലോക്സഭ, ഹൗസ് ഓഫ് പീപ്പിൾ. പിന്നെന്താ ഓത്ത്. 6 എന്താ, 6 മന്തിൻ്റെ ഉള്ളിൽ ആ ഹൗസിൽ ഒരാളല്ലെങ്കിൽ പിരിച്ചുവിടുക. നമുക്ക് നോക്കാം. എന്താ, S ഫോർ സാലറി. ഓക്കെ, ആപ്പിൾ പ്രോ 6s ഫോണിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിൾ ഇനി നോക്കാം. അതായത് ഈ അഞ്ചാമത്തെ എ മിനിസ്റ്റർ ഹൂ ഈസ് നോട്ട് എ 6 മന്തിലേക്ക് ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ അയാളെ മിനിസ്റ്റർ അല്ല എന്നുള്ളത്. ഓക്കെ, അത് നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഫർദറായിട്ട് കാണും. എന്താണ് പറയുന്നത്? 6 മാസത്തേക്ക് ഒരാൾ മിനിസ്റ്റർ അല്ലെങ്കിൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് 75 പറയുന്നത്. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി ഈ ഒരു കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചിരുന്നു. എവിടുന്ന? വാരണാസി സീറ്റിൽ നിന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, വാരണാസി എക്സാമ്പിൾ എടുക്കാം. വാരണാസി സീറ്റിൽ നിന്ന് മത്സരിച്ചു. വാരണാസി സീറ്റിൽ നിന്ന് മത്സരിച്ച് അവിടെ തോറ്റുപോയി എന്ന് വിചാരിക്കുക. തോറ്റുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൈം മിനിസ്റ്ററിനെ രൂപീകരിക്കുന്ന സമയത്ത് അപ്പോൾ BJPക്ക് പ്രൈം മിനിസ്റ്ററായിട്ട് നരേന്ദ്രമോദിനെ വെക്കാൻ പറ്റുമോ? പറ്റും, എന്തായാലും പറ്റും. കാരണം അവരവരുടെ ലീഡറാന്ന് പറഞ്ഞിട്ട് വെക്കാം. പക്ഷേ 6 മാസത്തിനുള്ളിൽ ഒരു ഹൗസിത്തെ മെമ്പർ അല്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദിക്ക് പ്രൈം മിനിസ്റ്റർ ആയിരിക്കാൻ പറ്റില്ല. 6 മാസത്തേക്ക് ഒരു ഹൗസിലെ മെമ്പർ അല്ലെങ്കിലും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. 6 മാസത്തിനുള്ളിൽ അവർക്ക് ഭൂരിപക്ഷമുള്ള വേറെ ഏതെങ്കിലും സീറ്റിൽ ഒരാൾ രാജിവെച്ചിട്ട് അവിടുന്ന് മത്സരിച്ച് അങ്ങനെയൊക്കെ ആകാം. അല്ലെങ്കിൽ രാജ്യസഭയിൽ ഏതെങ്കിലും സീറ്റിൽ കയറിയിട്ടൊക്കെ ആകാം. രാജ്യസഭയിൽ നിന്നും പ്രൈം മിനിസ്റ്റർ ആകാം, ലോക്സഭയിൽ നിന്ന് മാത്രമല്ല. നമ്മൾ ലോക്സഭയ്ക്ക് ആളെ എലക്ട് ചെയ്ത് വിടണമെങ്കിലും രാജ്യസഭയിൽ നിന്നും പ്രൈം മിനിസ്റ്റർ ആവാം. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള 3 ആൾക്കാരാണിത്. രാജ്യസഭയിൽ നിന്നായിരുന്നു ഇവർ 3 ആളും പ്രൈം മിനിസ്റ്റർ. ഇതെല്ലാവർക്കും അറിയുണ്ടാവും. ഇന്ദിരാഗാന്ധി, ഇതെല്ലാവർക്കും അറിയുണ്ടാവും. മൻമോഹൻ സിംഗ് റീസെൻ്റ്ലി പാസ് അവേ, മരിച്ചുപോയി മൻമോഹൻ സിംഗ്. അപ്പം നമുക്ക് ഇവരെ അറിയുന്നുണ്ടാവും. ഇതാരാണ്? HD ദേവഗൗഡയാണ്. ഇവർ 3 പേരും രാജ്യസഭയിൽ നിന്നാണ് പ്രൈം മിനിസ്റ്റർ ആയത് കേട്ടോ, ലോക്സഭയിൽ നിന്നല്ല, രാജ്യസഭയിൽ നിന്ന്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 77 എന്താണ്? കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, അടുത്തത് എന്താ? ഡ്യൂട്ടീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ വിത്ത് റെസ്പെക്ട് ടു ഫേർണിഷിംഗ് ഇൻഫർമേഷൻ ടു പ്രസിഡൻറ്റ്. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. അതായത് പ്രസിഡൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൽ നടക്കുന്ന ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൈം മിനിസ്റ്റർ പ്രസിഡൻറ്റിനെ അറിയിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 78. ലിൻച്പിന്ന് പ്രൈം മിനിസ്റ്ററിനെ വിളിച്ചത് ആരാ അറിയോ? ജവഹർലാൽ നെഹ്റു ആണ്. പ്രൈം മിനിസ്റ്റർ ഈസ് എ ലിൻച്പിൻ എന്ന് പറഞ്ഞത്. ലിൻച്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചാനൽ എന്ന രീതിയിലാണ്. ലിൻച്പിൻ ഓഫ് ദ ഗവൺമെൻറ്. അതായത് ഓക്കെ, ഇനി നമുക്ക് ആർട്ടിക്കിൾ 7. ശരിക്കും നമ്മൾ ഇന്ന് 2 ആർട്ടിക്കിളെ നോക്കിയിട്ടുള്ളൂ, 70. പക്ഷേ രണ്ടും ഇതിൽ കുറേ ഇതുണ്ട്, സെക്ഷൻസ് ഉണ്ട്. 74ഉം 75ഉം. 75ൽ ഈ ഒരു ക്ലോസാണ് എല്ലാവരും പറഞ്ഞു വിടാറ്. പക്ഷേ ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആപ്പിൾ പ്രോ 6s ഓർത്ത് വെക്കണം കേട്ടോ. ആപ്പിൾ പ്രോ 6s. അടുത്തത് എന്താ? അടുത്തത് ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഒന്നും കൂടിയും അത് റിവൈസ് ആകുമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്ലാസിഫൈ മിനിസ്റ്റേഴ്സ് ഇൻറ്റു 4 റാങ്ക്സ്. ഇതാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ മിനിസ്റ്റേഴ്സിനെ 4 റാങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് റാങ്ക് പറയുന്നത്? ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് ചാർജസ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റർ. നമുക്ക് ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ അറിയാം. നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സായിട്ട് നമുക്ക് ക്യാബിനറ്റിൽ കുറച്ച്, ക്യാബിനറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒറിജിനലി ഇല്ല കേട്ടോ. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തതാണ്. 44th അമെൻമെൻറ്റിലൂടെ
360 സംതിങ് ആർട്ടിക്കിളിൽ ആഡ് ചെയ്തതാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആ ഒരു ഭാഗം പഠിക്കുമ്പം ഒറിജിനലി പാർട്ട് 5 ക്യാബിനറ്റ് എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. അപ്പം ലിൻച്പിൻ ഓഫ് ഗവൺമെൻറ് ആണ്. ഇത്ര ഈ പറഞ്ഞ പോസ്റ്റൊക്കെ ഉണ്ടോ? ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇങ്ങനത്തെ പോസ്റ്റൊന്നും നമ്മളിപ്പോൾ പഠിച്ചതിലൊന്നും പഠിച്ചില്ലല്ലോ. ഇൻഡിപെൻഡൻറ്റ് ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആകെ നമ്മൾ പഠിച്ചത് പ്രൈം മിനിസ്റ്ററിനെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും കുറിച്ചിട്ടാണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ യൂണിയൻ ഗവൺമെൻറ് ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ ഷാൽ നോട്ട് എക്സിഡ് 15%. നമ്മൾ സ്റ്റേറ്റിലും പഠിച്ചിട്ടുണ്ട്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എണ്ണം, അതായത് നമ്മളിപ്പോൾ പഠിച്ചു പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ടാവുന്നു. അതിൻ്റെ എണ്ണം 15% മുകളിൽ പോകാൻ പാടില്ല. എന്തിൻ്റെ? മൊത്തം നമുക്ക് 200 ആൾക്കാർ ലോക്സഭയിലുണ്ട് വിചാരിക്കാം. അതിൻ്റെ 15% എത്രയാണ്? 30. അപ്പം 30 കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. 200 ആൾക്കാരല്ല. അപ്പം 200 ആൾക്കാരാണെങ്കിൽ അത്രയും 30 പറ്റുള്ളൂ. അതാണ് ഈ പറഞ്ഞ ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് 15% മുകളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് 97th അമെൻമെൻ്റ് അല്ല, അത് പറയുന്ന 97 ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് വന്നത്. ഓക്കെ, 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ് വന്നത്. ഇത് 75(1)(a)ലാണ് കേട്ടോ. നമ്മൾ 75(1) പഠിച്ചെങ്കിലും 75(1)(a) പഠിച്ചിട്ടില്ല. ഓക്കെ, 75(1)(a)ലാണ് പറയുന്നത് ഈ ഒരു കാര്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇത് പഠിച്ചു വയ്ക്കുക. 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ വന്നാണ് 15% മുകളിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പാടില്ല. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, റീസെൻ്റ്ലി നമ്മളുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് എല്ലാ പാർട്ടിയിൽ നിന്നും അവർക്ക് മിനിസ്റ്റേഴ്സിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും. അപ്പോൾ ചിലവർ ഒരാളെ മിനിസ്റ്റർ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, മിനിസ്റ്റർ ആക്കാൻ പറ്റില്ലെങ്കിൽ അയാളെയും പിടിച്ച് മിനിസ്റ്റർ ആക്കാം. അങ്ങനെ കുറേ ആൾക്കാരാക്കി കഴിഞ്ഞാൽ ഫുൾ മിനിസ്റ്റേഴ്സ് ആവില്ലേ? അപ്പോൾ അത്ര അതിൻ്റെ ആവശ്യമില്ല. 15% അത് മതി എന്നുള്ളത് തീരുമാനിച്ചത് 91st അമെൻമെൻറ്റ് കേട്ടോ. 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാ ശരി? 2 മാത്രം. ഇത് തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് UPSC PYQ ആണ് കേട്ടോ. നമ്മൾ SSCക്കും ഇപ്പം അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഞാനൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ യൂണിയൻ മിനിസ്റ്റർ ഷാൽ ബി ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ്. ദ പ്രൈം മിനിസ്റ്റർ ഷാൽ കമ്മ്യൂണിക്കേറ്റ് പ്രസിഡൻറ്റ് അബൌട്ട് ദി പ്രപ്പോസൽ ഓഫ് ലെജിസ്ലേഷൻ. ഇത് നമ്മൾ അറിയാം ശരിയാണെന്ന്. കാരണം നമ്മളിപ്പോൾ 78ാമത്തെ ആർട്ടിക്കിൾ ഇങ്ങ് പഠിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നോക്കാം. ബാക്കി എന്താണ്? അതായത് യൂണിയൻ മിനിസ്റ്റർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ആപ്പിൾ പ്രോ എത്രയാ? 6s. ഇതെന്താ? അപ്പോയിൻമെൻറ്റ്. ഇതെന്താ? പ്ലഷർ. എന്താണ്? ബിയോ 2 ക്ലോസ് 2. 75 ക്ലോസ് 2ൽ നമ്മൾ പഠിച്ചതാണല്ലേ. എന്ത്? അപ്പോൾ ഇതും ശരിയാണ്. 75 ക്ലോസ് 2. ഓക്കെ, നമ്മൾ പഠിച്ചതുകൊണ്ടുള്ള ഗുണങ്ങൾ അതൊക്കെ. ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ സെൻറ്റർ ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി പാർലമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതും നമ്മൾ പഠിച്ചതാണ്. നമ്മൾ നേരത്തെ എന്താ കണ്ടത്? മിനിസ്റ്റേഴ്സ്, അത് നമ്മൾ പഠിച്ചതാണ്. ആർട്ടിക്കിൾ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ആപ്പിൾ PR റെസ്പോൺസിബിലിറ്റി ടു പാർലമെൻ്റ് ആണ് പറയുന്നത്, അല്ല ലോക്സഭയാണ് പറയുന്നത്. അപ്പം ഇത് തെറ്റാണ്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ആർട്ടിക്കിൾസിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതിന്ന് തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്താ? 75(3). ഇതോ 75(2). 3 പറയുന്നത് ലോക്സഭ എന്നാണ്, ഇവിടെ പാർലമെൻറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തെറ്റായത് കേട്ടോ. ഇതോ 78. ഓക്കെ, അപ്പം 2 and 3 ഇതാണ് കറക്റ്റ്. ഇനി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ എക്സൈസ് കൺട്രോൾ ഓവർ ദ ഫംഗ്ഷൻ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ത്രൂ അഡ്ജോൺമെൻറ്റ് മോഷൻ, ക്വസ്റ്റ്യൻ അവർ, സപ്ലിമെൻ്ററി. 3 ശരിയാണ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഴിമതിയാക്കി പോകുന്നുണ്ടോ എന്ന് പാർലമെൻറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുക. അതായത് മിനിസ്റ്ററൊന്നും അല്ലാത്തൊരാൾ, നമ്മുടെ ഇന്ത്യയിൽ മിനിസ്റ്ററൊന്നും അല്ലാത്തൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും അഡ്ജോൺമെൻറ്റ് മോഷൻ, സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കും. അപ്പം ഇതിൽ 1, 2, 3 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും പ്രൈം മിനിസ്റ്റർ റിലേറ്റഡ് ആണ്.
പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറ്റ് ദി ടൈം ഓഫ് ഹിസ് ഓർ ഹെർ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്തായിരിക്കണം? നീഡ് ടു ബി എ മെമ്പർ ഓഫ് വൺ ഓഫ് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ബട്ട് മസ്റ്റ് ബിക്കം ദ മെമ്പർ വിത്തിൻ 6 months. അതാണിത് പറയുന്നത്. നീഡ് ടു ബി നോട്ട് നെസസറിലി ബി വൺ ഓഫ് ദ ഹൗസ്. ഏതെങ്കിലും ഒരു ഹൗസിലെ മെമ്പർ ആകണമെന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ഹൗസിലായാൽ മതി 6 മാസത്തിനുള്ളിൽ. ഇതെന്താ പറയുന്നത്? നീഡ് നോട്ട് നെസസറിലി ബി എ മെമ്പർ ഓഫ്, നേരത്തെ അതേപോലെ തന്നെ, പക്ഷേ ലോക്സഭയിലെ മെമ്പർ ആവണം 6 മാസത്തിനുള്ളിൽ. പിന്നെ ഇതിലെന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു മെമ്പർ ആയേ പറ്റൂ. ഇതിലെന്താ പറയുന്നത്? മെമ്പർ ഓഫ് ലോക്സഭ ആവണം. ഇത് തെറ്റാന്ന് നമുക്കറിയാം. കാരണം അങ്ങനെയാണെങ്കിൽ മൻമോഹൻ സിംഗും ഇന്ദിരാഗാന്ധിയും HD ദേവഗൗഡയൊന്നും പ്രൈം മിനിസ്റ്റർ ആവില്ല. അപ്പോൾ ഇത് തെറ്റാണ്, കാരണം അവരൊക്കെ ലോക്സഭയിൽ നിന്നായതാണ്. ഇനി മസ്റ്റ് ബി എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഇതും തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് ജയിച്ചില്ലായിരുന്നെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റുമോ എന്നുള്ള കേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ്? ഇതും തെറ്റാണ്. ഇനി എന്താണ്? നീഡ് നോട്ട് നെസസറിലി ബി മെമ്പർ ഓഫ് വൺ ഓഫ് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ബട്ട് ലോക്സഭയിൽ 6 മാസത്തിനുള്ളിൽ ആവണം എന്ന് പറഞ്ഞു. അതും തെറ്റാണ്. കാരണം എന്താ? ലോക്സഭയിൽ ആവണം എന്നില്ലല്ലോ, 6 മാസത്തിനുള്ളിൽ രാജ്യസഭയിലും ആയിക്കൂടെ. അപ്പോൾ ഈ A ആണ് ശരി. ഓക്കെ, A ആണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. നമുക്ക് ക്ലിയർലി ഇതുവരെ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ ഷാൽ ബി വെസ്റ്റഡ് ഇൻ പ്രൈം മിനിസ്റ്റർ. എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്ററിൻ്റെ മുകളിലാണ് വെസ്റ്റഡ്. പ്രൈം മിനിസ്റ്റർ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് സിവിൽ സർവീസ് ബോർഡ്. ഓക്കെ, ഇത് തെറ്റാണ്. കാരണം പ്രൈം മിനിസ്റ്റർ നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് നമുക്കറിയാം, സിവിൽ സർവീസ് ബോർഡിൻ്റെ അല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബ്ലണ്ടറാണെന്ന് നമുക്ക് ഇന്നാൾ പ്രസിഡൻറ്റ് പഠിച്ചപ്പോൾ മനസ്സിലായി. ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. പ്രസിഡൻറ്റ് ഇതിൽ തന്നെയല്ലേ? ഇതാ പറയുന്നു, നമ്മൾ ഇന്നാൾ കോഡൊക്കെ വെച്ച് പഠിച്ചതല്ലേ, PREEM. ഇത് 52, 53, 54. പ്രസിഡൻറ്റ് എലക്ഷൻ എക്സിക്യൂട്ടീവ് എലക്ഷൻ മാനർ ഓഫ് എലക്ഷൻ. എക്സിക്യൂട്ടീവ് ഇതെന്താ എഴുതിയത്? എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഷാൽ ബി വെസ്റ്റഡ് ഇൻ ആരാ? പ്രസിഡൻറ്റിൻ്റെ മുകളിലാണ് വെസ്റ്റഡ് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്ററിൻ്റെ മുകളിലല്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ഈസി ആയിരുന്നു. നമ്മളിതൊക്കെ പഠിച്ചതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ക്വസ്റ്റ്യൻസൊക്കെ UPSCക്ക് വരെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പമാകും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഇൻ്റലക്ച്വൽ ഇത് വരും. ഓക്കെ, ഇതിപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ ക്ലാസ്സാണ്. ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് നമ്മൾ ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ യൂട്യൂബ് ചാനൽ, വീഡിയോസ്. ഓക്കെ, ഇതാണ് യൂട്യൂബ് ചാനൽ. അപ്പം ഈ യൂട്യൂബ് ചാനൽ ഈ പ്ലേലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പൊളിറ്റി എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊളിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇങ്ങനെ കാണാൻ പറ്റും, എല്ലാ ടോപ്പിക്സുമായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓർഡറിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വേറെ രണ്ടാമത്തെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഷെഡ്യൂൾസും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. യൂണിയൻ ടെറിട്ടറി, ഇവിടെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് തുടങ്ങിയത്. പാർട്ട് 1 ഫിനിഷ് ചെയ്തു, പാർട്ട് 2 ഫിനിഷ് ചെയ്തു. പാർട്ട് 2 നമ്മൾ സിറ്റിസൺഷിപ്പ് കഴിഞ്ഞു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 2-3 പാർട്ടായിട്ട് ചെയ്തു. റിറ്റ്സ് ആണ് അവസാനത്തെ പാർട്ടിൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ DPSP ചെയ്തു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചെയ്തു. പിന്നെ നമ്മൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ചെയ്തു, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടുന്ന് നമ്മൾ പാർട്ട് 5ലേക്ക് കിടന്നത്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ചെയ്തു, വൈസ് പ്രസിഡൻറ്റ് ചെയ്തു, പിന്നെ ഇന്ന് പ്രൈം മിനിസ്റ്റർ ചെയ്തു. അത് ഇതിലിടാം. ഓക്കെ, അപ്പം നമുക്കെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.